ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഗ്രോയിങ് ടുഗെദർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ആയിരുന്നു നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് ആണ് വേക്കപ്പ് ഏർലിയർ ദാൻ യൂഷ്വൽ. എന്നും എഴുന്നേൽക്കുന്ന സമയത്തിനേക്കാൾ കുറച്ച് നേരത്തെ എന്ത് ചെയ്യുക, എഴുന്നേൽക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചേഞ്ച് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഹാബിറ്റ്സിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടാസ്ക് ഞാൻ ആദ്യമായിട്ട് തന്നത്. ഇത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇത് ഭയങ്കര ഹാർഡായിട്ട് തോന്നും. ഇപ്പൊ നമ്മള് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാൻ പറഞ്ഞാല് ആദ്യമൊക്കെ കുറച്ച് ഹാർഡായിട്ട് തോന്നും. പക്ഷെ നമുക്കിത് ചെയ്യാൻ പറ്റും. പതുക്കെ കാമായിട്ട് സ്റ്റഡി ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം. ഇപ്പൊ നമ്മൾ 6:30ക്കൊക്കെ എണീക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു 6:15 എഴുന്നേറ്റ് നോക്കണം. കുറച്ച് ദിവസം ഇങ്ങനെ 6:15 എഴുന്നേറ്റ് നോക്കിയിട്ട് അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, പതുക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 6 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കാം. അങ്ങനെ പതിയെ പതിയെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഇപ്പൊ ഇന്ന് എന്നും 6:30ക്ക് എഴുന്നേൽക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ മേ ബി ആൾക്ക് അത് പറ്റണമെന്നില്ല. മേ ബി അത് ചെയ്താൽ തന്നെ അത് 1 2 ദിവസം ചെയ്യും. പിന്നെ വീണ്ടും ബാക്ക് ടു അവരുടെ പഴയ റൊട്ടീനിലേക്ക് തന്നെ വരും. സോ അതിനേക്കാളും നല്ലത് പതുക്കെ കാമായിട്ട് സ്റ്റഡി ആയിട്ടൊരു ചേഞ്ച് ആണ് എപ്പഴും നല്ലത്. കാരണം അതെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിക്കും ആ ഒരു ചേഞ്ച്. നമ്മൾ പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവന്നാ അത് ഒരു 1 2 ദിവസം നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. കാരണം അത് നമ്മുടെ ഒരു ഫോൾട്ട് അല്ല. അത് നമ്മുടെ ഒരു ക്യാരക്ടറാണ്. അതങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. സോ പതിയെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആഹ് കുറച്ച് നേരത്തെ എഴുന്നേൽക്കാം. അത് എങ്ങനെ എഴുന്നേൽക്കണം? ഭയങ്കര പ്ലസന്റ് ആയിട്ട് കാമായിട്ട് എഴുന്നേൽക്കണം. ഭയങ്കര ഹറി ബറി ആയിട്ട് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്താല് ഭയങ്കര ഒരു ഭയങ്കര തിരക്ക് പിടിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെന്തെങ്കിലും ടെൻഷനോടെയാണ് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കില് ആ ഡേ ഫുൾ കൊളാവും. അതായത് നമുക്ക് ആ ഡേയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ ഡേ ചെയ്യാൻ പ്ലാൻ ചെയ്താലും നമ്മളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. എന്നാൽ വളരെ പ്ലസന്റ് ആയിട്ട് ഭയങ്കര കാമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേ ആണെങ്കിൽ മേ ബി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ആ ഡേ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഭയങ്കര കാമായിട്ട് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഭയങ്കര കാമായിട്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡോടെ എന്ത് ചെയ്യുക, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. എഴുന്നേൽക്കുമ്പോഴേ തന്നെ ആ മനസ്സ് ഭയങ്കര ശാന്തമായിരിക്കാം. ഒരു പുഞ്ചിരിയോടെ എന്ത് ചെയ്യുക, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ഫുൾ ഡേ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കാണാൻ പറ്റും. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.